നമ്മൾ സ്റ്റിയറിംഗ് കോളം അളക്കാൻ പോകണം. അപ്പം സ്റ്റിയറിംഗ് കോളം അളക്കാനായിട്ട് ആദ്യം വേറൊരു എന്ത് പറയണ്ടേ, ഒരു ടോക്സ് എന്ന് പറയും, ഫ്ലവർ അലൻകിയുടെ ടോക്സ്. ആ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്കിത് ഇളക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ താഴത്തെ ഒരു രണ്ട് സൈഡിലും അത് ഇളക്കിയാലേ നമുക്കത്, ഈ ടൂൾ ഉണ്ടെങ്കിൽ ഇത് പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ സാധാ അലൻകിയിൽ, ഫ്ലവർ അലൻകിയിൽ അഴിച്ചെടുക്കും. ഇത് നമ്മുടെ എയർ ബാഗും ഹോണും ഒക്കെ വരുന്ന സിസ്റ്റമാണ്, അസംബ്ലി. അത് നമുക്ക് ഇങ്ങനെ അഴിച്ചെടുക്കാം. നമുക്ക് ഇത് ഇപ്പം സ്റ്റാർട്ടല്ലേ. ഈ നമ്മുടെ ഈ യൂണിറ്റ് പുറത്തെടുക്കാനായിട്ട്, എയർ ബാഗിൻ്റെയും ഇത് യൂണിറ്റ് പുറത്തെടുക്കാനായിട്ട് നമുക്ക് ഈ രണ്ട് വയറുണ്ട്. ഇത് അൺപ്ലഗ് ചെയ്യണം. ഇത് ഇവിടെ സാധാ ഒരു പ്ലഗ്ഗാണ്. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ വലിച്ചാൽ ഊരിപ്പോരും. ഇതൊരു വെറൈറ്റി ടൈപ്പാണ്. അപ്പം അതിന് നമുക്ക് ചെയ്യേണ്ടത്, ഈ ബ്ലാക്ക് ഇതിൻ്റെ നടുക്കത്തെ സാധനം നേരെ വലിച്ച് മേലോട്ട് പൊക്കിയിട്ട് പുറത്തോട്ടത് വലിച്ചാൽ മതി. ഒരുപോലെ ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അത് നമുക്കടുത്ത് മാറ്റി, ആ വയറിന്ന് മാറ്റി വെച്ചാൽ നമ്മുടെ എയർ ബാഗിൻ്റെ യൂണിറ്റ് ഇത് പുറകെ കൊണ്ട് വെച്ചാൽ. സ്റ്റിയറിംഗ് കോളം അളക്കാനായിട്ട് ഇവിടുത്തെ ഇത് 18 സൈസാണെന്ന് തോന്നുന്നു. 18 സൈസിൻ്റെ ഒരു നട്ടുണ്ട്. അത് നട്ട് അളക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ടൂളില്ലായിരുന്നു. ആ ടൂൾ ഒരെണ്ണം നമ്മൾ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 460 രൂപയായി. തപ്പാരിയുടെ നല്ല സൂപ്പർ സാധനമാണ്, സ്ട്രോങ്. അളക്കാം. തിരിച്ച് വെയിലായിപ്പോൾ ഞാൻ ഇവിടെ തണൽ വരുമെന്നും പ്രതീക്ഷിച്ച് അവിടെ കൊണ്ട് നിൽക്കുക. ഓക്കെ, ഡൺ. ഇതിന് ആൾക്കാരാണ് സ്റ്റിയറിംഗ് വന്ന് മൂക്കിലിടിച്ചു. നമുക്ക് നമ്മുടെ ഈ സംഭവം, ഈ അസംബ്ലി മുഴുവനും അഴിച്ചു പറിച്ചെടുക്കണം. എങ്കിലും നമുക്ക് ഈ ഡാഷ്ബോർഡ് മുഴുവനും പുറത്തെടുക്കാൻ പറ്റുമേ. ഇതൊക്കെ ജുഗാഡ് പരിപാടികൾ. മതി പിന്നെ എടുക്കാം. ഫോട്ടോ എടുക്കുക. അതങ്ങനെ ചെറുതായിട്ട് പൊക്കുക, ബാക്കി നോക്കിയിട്ട് പൊക്കിപ്പിടിച്ചിട്ട് പതുക്കെ വലിച്ചു നോക്കി. ഇതാണ് അടുക്കത്തെ ഇതല്ലേ വലിക്കണ്ടേ. യെസ്, ഇത് നമ്മുടെ ഫൈനൽ സാധനം. മീറ്റർ കൺസോൾ എടുത്ത് പുറത്ത് വെച്ചാലേ അതിനും ഈ ചെറിയ ഫ്ലവർ അലങ്ക് ചെയ്യാം. അത് ഫോക്കസ് ലോക്കല്ല, മറ്റേ ബ്രൈറ്റ്നസ്. അപ്പോൾ ഇനി ഫൈനലായിട്ട് ഈ ഒരു ബോൾട്ടും കൂടെ ഉണ്ട് 10-ൻ്റെ. അതും കൂടി എടുത്താൽ നമ്മുടെ ശരിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ വയറ് കട്ടിയുള്ള അല്ലെങ്കിൽ വല്ല വേറെ കണക്ഷൻ പിടിപ്പിക്കലൊക്കെ ഉണ്ടെങ്കിൽ ഈ വയർ ഇതിലെ കൂടി ഉണ്ടാവണം. അടുത്തിട്ട് ഫോട്ടോ എടുത്തരും.
ഏത് വയർ ഇതിൻ്റെ കൂടെയൊക്കെ വന്നേക്കണമെന്ന് അറിയാൻ പറ്റില്ല. എടുത്തില്ലേ? ഇനി ഇത്രയും വയർ പിന്നെ ആവശ്യം സീറ്റിലുണ്ട്. അതെല്ലാം പിടിപ്പിച്ചിട്ടാണ്. ആരെങ്കിലും ചെയ്യണ പണിയാണ്, ആരെങ്കിലും ചെയ്യണ പണിയാണ്. ഒരു വയറുണ്ട് ഇതിൻ്റെ ഇവിടെ ഇതിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഒത്തിരി അവിടെ പുറത്തടയ്ക്കും. ഞാൻ മൂലക്ക് കൊണ്ട് കിടക്കും. ഇവിടെ മുട്ടിയിരിക്കുന്നത് നേരെ പുറത്തേക്ക് വെച്ചിട്ട് ഈ സാധനം കൊടുക്കും. ഈ സാധനം അഴിക്കണതേ ഇപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോ ഒക്കെ കേട്ടിട്ടുണ്ടോ നമ്മൾ? ഇതിനു വേണ്ടി അഴിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പണി കൂടി ചെയ്യണം പറഞ്ഞുകൊണ്ട് ചെയ്തില്ല. പോയാൽ അങ്ങോട്ടൊക്കെ പോയാലോ അവസ്ഥ.